എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രത്തിൽ നിന്നും PSC തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ സി 1956 നവംബർ 1. 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രാമതാണ്? ആൻസർ ഓപ്ഷൻ സി 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം 21ാമതാണ്. കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? കേരളത്തിലെ ജനസംഖ്യ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 3,34,06,061. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ 3,34,06,061. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആന. ആനയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തെങ്ങ്. തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കണിക്കൊന്ന. കണിക്കൊന്നയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഇളനീർ. ഇളനീരാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചക്ക. ചക്കയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം. കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ശലഭം. കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ജില്ല. കേരളത്തിൻ്റെ തെക്കേയറ്റത്തുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരമാണ് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ജില്ല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ല. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ ജില്ല. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ താലൂക്ക്. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ താലൂക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നെയ്യാറ്റിൻകര. നെയ്യാറ്റിൻകരയാണ് കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ താലൂക്ക്. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ താലൂക്ക്. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ താലൂക്കാണ് ആൻസർ ഓപ്ഷൻ എ മഞ്ചേശ്വരം. മഞ്ചേശ്വരമാണ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ താലൂക്ക്.
കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പാറശാല. പാറശാലയാണ് കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മഞ്ചേശ്വരം. മഞ്ചേശ്വരമാണ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇടുക്കി. ഇടുക്കിയാണ് കേരളത്തിൽ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം ഏതാണ്? ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ പട്ടണം. 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, കരിവെള്ളൂർ. കരിവെള്ളൂരാണ് 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത്. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏതാണ്? ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, എറണാകുളം. എറണാകുളമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കേരളം. കേരളമാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. തിരുവനന്തപുരം ജില്ല നിലവിൽ വന്ന വർഷം. തിരുവനന്തപുരം ജില്ല നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവനന്തപുരം ജില്ല നിലവിൽ വന്ന വർഷം. കാസർഗോഡ് ജില്ല നിലവിൽ വന്ന വർഷം. കാസർഗോഡ് ജില്ല നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ എ, 1984 മെയ് 24. 1984 മെയ് 24 കാസർഗോഡ് ജില്ല നിലവിൽ വന്നത്. കേരളത്തിൻ്റെ തെക്കുവടക്ക് ദൂരം. കേരളത്തിൻ്റെ തെക്കുവടക്ക് ദൂരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 560 കിലോമീറ്റർ. 560 കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ തെക്കുവടക്ക് ദൂരം. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ. കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ. ആൻസർ ഓപ്ഷൻ എ, അറബിക്കടൽ. അറബിക്കടലാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വയനാട്. വയനാടാണ് തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്. കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലകളുടെ എണ്ണം. കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ലകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ ബി, 5. 5 ജില്ലകളാണ് കേരളത്തിൽ പൂർണ്ണമായും കരയാൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? ആൻസർ ഓപ്ഷൻ സി, 48%. കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാട്. കേരളത്തിൻ്റെ ഏതു ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൻ്റെ ഏതു ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, കിഴക്ക്. കിഴക്കു ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ട മലനിരകളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്?
ആൻസർ ഓപ്ഷൻ സി ആനമുടി. ആനമുടിയാണ് പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 2695 മീറ്റർ. 2695 മീറ്ററാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം. കേരളത്തിലെ ചുരങ്ങളുടെ എണ്ണം. കേരളത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 16. 16 ചുരങ്ങളാണ് കേരളത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം. നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം. ആൻസർ ഓപ്ഷൻ ഡി പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി വയനാട്. വയനാടാണ് ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് തീരപ്രദേശം? ആൻസർ ഓപ്ഷൻ എ 10%. കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 5. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 9. 9 ജില്ലകളാണ് കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ. കേരളത്തിലെ നദികളുടെ എണ്ണം. കേരളത്തിലെ നദികളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 44. കേരളത്തിൽ 44 നദികളാണ് ഉള്ളത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി 3. 3 നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പെരിയാർ. പെരിയാറാണ് കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി. പെരിയാറിൻ്റെ പതനസ്ഥാനം. പെരിയാറിൻ്റെ പതനസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലാണ് പെരിയാറിൻ്റെ പതനസ്ഥാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി.